Good morning students, welcome to our maths class. Today we are learning the chapter 8 of standard 7, comparing quantities. Today's topic is ratios and percents, increase or decrease percent. Last classes we have discussed the ratios terms, what is ratio and what is percent, how can we convert ratios to percents or fractions to percents and fractions to decimals, etc. Now we are converting certain or dividing certain amounts or quantity to parts or divide this into certain percents. അതായത് നമ്മളൊരു ഹോൾ ക്വാണ്ടിറ്റി തന്നിരുന്നാൽ അതിനെ ചില പാർട്സുകളായിട്ട്, അതായത് ഇത്ര പാർട്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോന്നും ഇത്ര പേഴ്സൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്. അതിൽ നമുക്കറിയാം പാർട്സ് എന്ന് പറയുന്നത് എന്താണ്. നമുക്കറിയാം പാർട്സിനെയൊക്കെ നമുക്ക് ചേർത്ത് വെച്ചാൽ നമ്മൾ ആ ഹോൾ ക്വാണ്ടിറ്റിയെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് കിട്ടുന്നത്. For example, if rupees 250 is to be divided among Ravi, Raju and Roy, so that Ravi got 2 parts, Raju got 3 parts and Roy 5 parts. How much money will each get? What will be the amount in percents? അതായത് ഇവിടെ 250 rupees ഈ 3 പേർക്ക്, അതായത് രാജുവിനും രവിക്കും റോയ്ക്കും ഇത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ എമൗണ്ടിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ 2 പാർട്ട് രവിക്ക് കിട്ടണം, രാജുവിന് 3 പാർട്ട്, റോയ്ക്ക് 5 പാർട്ട്. അപ്പൊ ഈ 2, 3, 5 എന്ന് പറയുന്നത് ഇതിനെ നമ്മുടെ 250 rupeesനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയാണ്. അതായത് റേഷ്യോ നമുക്ക് കൊടുക്കാം, സിമ്പിൾ ആയിട്ട് കൊടുക്കാവുന്നത് റേഷ്യോ ഇസ് ഈക്വൽ ടു 2:3:5. 2 പാർട്ട് രാജുവിന് രവിക്ക്, 3 പാർട്ട് രാജുവിന്, 5 പാർട്ട് റോയ്ക്ക്. ഇനി ഇതിനകത്ത് ടോട്ടൽ പാർട്സ് എന്നാൽ ഇതിനെ എത്ര, നമുക്ക് ആദ്യം ഇതിനെ എത്ര ടോട്ടൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം, അതിനെന്ത് ചെയ്യണം? We have to find the sum of the ratio. Total parts is equal to 2 plus 3 plus 5. That's equal to 10. 2 plus 3, 5. 5 plus 5, 10. Then we know that if we divide this into 10 equal parts, 2 parts will go to Ravi and 3 parts go to Raju and 5 parts go to Roy. So amount go to Ravi is equal to 2/10 of 250. We can cancel this 0 and 0. Then 2 into 25, 50 rupees. 50 rupees go to Ravi. Then what is it in percent? 50 rupees എന്ന് പറയുന്നത് 250യുടെ എത്ര പെർസെന്റ് ആണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓരോന്നും നമുക്ക് അങ്ങനെ ആകുമ്പോൾ തന്നെ കണ്ടുപിടിക്കും. വാട്ട് വിൽ ബി ഇൻ പെർസെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ അവിടെ എനിക്ക് കിട്ടിയത് 50 rupees ആയിരുന്നു. അത് എത്രയായിരുന്നു ടോട്ടൽ റുപ്പീസ് എമൗണ്ട് എന്ന് പറയുന്നത് 250 ആയിരുന്നു. അത് ഇൻറ്റു 100 ചെയ്താൽ മതി. അതിനെ നമുക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ 0യും 0യും ക്യാൻസൽ ചെയ്യാം. 25 50 കൂടെ ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. അപ്പം 20% ആണ്. അതായത് 250 rupeesന്റെ 20% ആണ് രവിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഗോ ടു രാജു എന്ന് പറയുന്നത്, രാജുവിന് എത്ര പാർട്സ് ആണ് കൊടുക്കേണ്ടത്? 3 പാർട്സ് അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 3/10 ഓഫ് rupees 250. They are also cancelling 10 and 50. 3 into 25,
75. That is rupees 75 is equal to Raju. That is in person 75 by 250. അതായത് 250 rupees 75 rupees ആണ് രാജുവിന് കിട്ടിയത് എന്ന് പറയുന്നത് എത്ര പെർസെന്റ് ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. That's equal to 0 ക്യാൻസൽ ചെയ്യാം. 75 25. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 3 വരും. അപ്പോൾ 3 into 10 30%. അതായത് 250 rupeesന്റെ 30% ആണ് രാജുവിന് കിട്ടിയത്. നെക്സ്റ്റ് റോയ്ക്ക് കിട്ടിയതാണ് കാണുന്നത്. എമൗണ്ട് ഗോട്ട് ടു റോയ്. എമൗണ്ട് ഗോട്ട് ടു റോയ് ഇസ് ഈക്വൽ ടു റോയ്ക്ക് റേഷ്യോ നോക്കിയാൽ റോയ്ക്ക് എത്ര പാർട്ടാണ് കിട്ടുന്നത്? 5 parts among 10 parts. That is 5 by 10 of 250. 5 into 25, 125. That is rupees 125 is got to Roy. Then it is how much percent of 250 is 125. അതായത് 125 എന്ന് പറയുന്നത് 250യുടെ എത്ര പെർസെന്റ് ആണെന്ന് കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 125 by 250 into 100. 0 0 25 125. 5 into 25 ആണ് 125. 1 into 25 ആണ് 25. അപ്പോൾ 5 into 10 50. അപ്പോൾ 50% of 250 is equal to Roy. അപ്പോൾ നമ്മളിവിടെ റേഷ്യോ, അതായത് ഒരു ഹോൾ ക്വാണ്ടിറ്റി തന്നിരുന്നാൽ ആ ക്വാണ്ടിറ്റിയെ റേഷ്യോ അനുസരിച്ച് തന്നിരിക്കുന്ന റേഷ്യോ അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ആ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഈ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ എത്ര പെർസെൻറ്റേജ് ആണ്, അതായത് ആ റേഷ്യോയെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഡിവൈഡ് 50 sweets between Manu and Sonu so that they get 20% and 80% respectively. അതായത് മനുവിന് കിട്ടുന്നത് എത്ര പെർസെന്റ് ആണ്? മനുവിന് 20%, സോനുവിന് 80%. അങ്ങനെ നമ്മൾ ഈ 15 സ്വീറ്റ്സിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് സ്വീറ്റ്സ് ഗോട്ട് ടു മനു ഇസ് ഈക്വൽ ടു എത്രയാണ്? 15 സ്വീറ്റ്സിന്റെ 20%. 20% ഓഫ് 15 ആണ്. 20% ഓഫ് എന്ന് പറഞ്ഞാൽ 20 by 100 into 50. 20യും 100 കൂടെ ക്യാൻസൽ ചെയ്യാം. താഴെ 5 വരും, മേളിൽ 1. ഇനി 5 into 15 3 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്വീറ്റ്സ് ഗോട്ട് ടു സോനു എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80 by 100 into 50. ഇവിടെ ക്യാൻസൽ ചെയ്താൽ 0 0 നമുക്ക് ആദ്യം ക്യാൻസൽ ചെയ്യാം. പിന്നെ 2ന്റെ ടേബിളിലുണ്ട്. 2 into 4 8 ആണ്. 2 into 5 10 ആണ്. അപ്പോൾ 5ഉം 5ഉം ക്യാൻസൽ ആയാൽ 5ഉം 15 ക്യാൻസൽ ചെയ്തിട്ട് മേളിൽ 3 വരും, താഴെ 1 വരും. 3 into 4 12 സ്വീറ്റ്സ് ആണ് സോനുവിന് കിട്ടുന്നത്. ഇപ്പോൾ നമ്പർ ഓഫ് സ്വീറ്റ്സ് ഗോട്ട് ടു സോനു എന്ന് പറയുന്നത് 12 സ്വീറ്റ്സ് ആണ്. 3 സ്വീറ്റ്സ് മനുവിന് കിട്ടും. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നോക്കിയാൽ മതി. ഈ 3 12 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ കറക്റ്റ് 15 തന്നെ കിട്ടും. ഇപ്പോൾ നമുക്കറിയാം 12ഉം 3യും കൂടെ ആഡ് ചെയ്താൽ 15 കിട്ടും. നെക്സ്റ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് പെർസെന്റ്. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിലൊക്കെ ദിവസം ഓരോ സാധനങ്ങളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ചില സാധനങ്ങളുടെ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് പെർസെന്റ് അല്ലെങ്കിൽ ഡിക്രീസ് പെർസെന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഒരു എമൗണ്ടിൽ നിന്ന് ഇത്ര എമൗണ്ട് ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തു, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇൻക്രീസ് പെർസെന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻക്രീസ്, അതായത് ചേഞ്ച് ഇൻ എമൗണ്ട് എന്ന് ഓർത്താൽ മതി. ചേഞ്ച് ഇൻ എമൗണ്ട് ബൈ ഒറിജിനൽ നമ്പർ.
എമൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ നമ്പർ ആയിരിക്കും. നമ്പർ ആണെങ്കിൽ ചേഞ്ച് ഇൻ നമ്പർ ബൈ ഒറിജിനൽ നമ്പർ. ആദ്യം എത്രയായിരുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതവിടെ തന്നിട്ടുണ്ടായിരിക്കും. ഒറിജിനൽ എമൗണ്ട് ഇൻറ്റു 100. ഇതാണ് ഇൻക്രീസ് പെർസെന്റും ഡിക്രീസ് പെർസെന്റും കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല. അതായത് ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് ഇൻ എമൗണ്ട് ബൈ ഒറിജിനൽ എമൗണ്ട് ഇൻറ്റു 100. ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസ് ഇൻ എമൗണ്ട് ബൈ ഒറിജിനൽ എമൗണ്ട് ഇൻറ്റു 100. 100 ന്യൂമറേറ്ററിലായിരിക്കും വരുന്നത്. അപ്പോൾ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇഫ് ദ മാർക്സ് ഇൻ എ ടെസ്റ്റ് ഇൻക്രീസ്ഡ് ഫ്രം 20 to 30. അതായത് ഓർത്ത് നോക്കുക, നിങ്ങളുടെ പ്രീവിയസ് മാർക്ക്, അതായത് കഴിഞ്ഞ ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് 20 ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് അടുത്ത ടെസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് ചിലപ്പോൾ 30 ആകാം. അപ്പോൾ അവിടെ 20ൽ നിന്ന് 30 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അത് എത്ര പെർസെന്റ് ആണ് ഇൻക്രീസ് ചെയ്തതെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ആണ്. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് എങ്ങനെയല്ല, ചേഞ്ചിങ് മാർക്ക് എത്രയാണ്? 30 മൈനസ് 20. 30 മൈനസ് 20. ഒറിജിനൽ ആദ്യത്തെ മാർക്ക് എത്രയായിരുന്നു? 20 മാർക്കായിരുന്നു. അതാണ് ഒറിജിനൽ മാർക്കിലെ ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. ഇൻറ്റു 100. അപ്പോൾ ചേഞ്ച് ഇൻ എമൗണ്ട് കാണുന്നത് ആദ്യം ഇപ്പോഴത്തെ ന്യൂ പ്രൈസ് അല്ലെങ്കിൽ ന്യൂ എമൗണ്ടിൽ നിന്ന് ഫസ്റ്റ് എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഫസ്റ്റ് എമൗണ്ട് ഇൻറ്റു 100. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് 10/20 ഇൻറ്റു 100 ഉണ്ട്. 10/20 നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് ഇവിടെ 2നും ഇവിടെ 1നും 2 ഇൻറ്റു 10 ആണ് 20, 1 ഇൻറ്റു 10 ആണ് 10. ഇനി 100/10 എന്നുള്ളത് ക്യാൻസൽ ചെയ്തത്. 100/10 എന്ന് പറയുന്നത് 50 ആണ്. ഒന്നേ ഡിവൈഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് 50 ഇൻറ്റു 2 ആണ് 100 എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള നമ്പറാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. അതായത് ന്യൂമറേറ്ററിൽ വരുന്ന നമ്പറും ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പറോട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ 50 ആണ് കിട്ടുന്നത്. അതായത് 50% ആണ് ഇൻക്രീസ് ചെയ്തത്. അതായത് നിങ്ങളുടെ മാർക്ക് കഴിഞ്ഞ ടെസ്റ്റിൽ നിന്ന് ഈ ടെസ്റ്റ് വന്നപ്പോഴത്തേക്ക് 50% ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് ഫൈൻഡ് ദ percentage of decrease if the price of a shirt decreased from ₹80 to ₹60. ഒരു ഷർട്ടിന്റെ പ്രൈസ് 80 റുപ്പീസിൽ നിന്ന് 60 റുപ്പീസ് ആയിട്ട് മാറി. അവിടെ എമൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ എമൗണ്ട് എന്ന് പറയുന്നത് 80, ഡിക്രീസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 60. ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ് കണ്ടുപിടിക്കാനായിട്ട് ചേഞ്ച് ഇൻ എമൗണ്ട് എത്രയായിരുന്നു? equal to 80 minus 60 by original amount എന്ന് പറയുന്നത് 80 ആയിരുന്നു into 100 equal to 80 minus 60 എന്ന് പറയുന്നത് 20 ആണ്. 20 by 80 into 100. ഇവിടെ 0 ക്യാൻസൽ ചെയ്യാം. 2ഉം 8ഉം